അത് നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത്? വ്യക്തിഹത്യയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലൻ ഇതിനകത്ത് പറയണ്ടേ ജയാ കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി. ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ആ സിനിമയ്ക്കും സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുലരാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരുമല്ല, പ്രേക്ഷകരാണ് പ്രതികരിച്ചത്. ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന് റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിൻ്റെ എനിക്ക് മനസ്സിലാവുള്ളതായിട്ട് എന്താ, പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും, അതിന് അവർക്ക് ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെന്ത് കഴിക്കണം, നമ്മളെന്ത് കാണണം, നമ്മളെന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും. അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക. അതെല്ലാം കാണാം, കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെടുക്കണം, എന്ത് കാണണം, എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം. അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കേട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന ഒരാൾക്കാരായി മാറിപ്പോകും. അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേൾക്കാം, ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം, എല്ലാം ശരിയാണ്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്ന് പറയാം. ഇപ്പം ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ള, ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല. ഞാൻ പോയി തന്നെ സിനിമ കാണും, അതെന്നെ ആസ്വദിച്ചു, ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ഈ സിനിമ OTT വന്നപ്പോഴാണ് കണ്ടേ, ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്നറിയോ, തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. അത് എല്ലാ സിനിമകൾക്കും. ഇപ്പം നമ്മൾ പല സിനിമകളും, ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ, പല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ? ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന, അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. സത്യമാണ്, നമ്മൾ 150 രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുക. അത് ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്, സർക്കാരിനെ ബാധിക്കുന്നില്ലേ? എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ? തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ? എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര മോശട്ടോ ആണ്, ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു. അപ്പോൾ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അത് നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത്? വ്യക്തിഹത്യയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിറ്റിസിസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് അതല്ലല്ലോ. ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടോട്ടെ, ചോദ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിയാം, പക്ഷെ അതിനേക്കാളായിട്ട് നമുക്ക് സമയപരിമിതി ഉണ്ട് എന്നുള്ളത് കൂടി ഉറപ്പെടുത്തുകയാണ്. സോ ഏറ്റവും അവസാനത്തെ ചോദ്യമായിരിക്കും ഇതെന്നുള്ളത് ഉറപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റൊരു ചോദ്യം, നിങ്ങൾ ആര് വേണമെന്നുള്ളത് തീരുമാനിക്കാം. ദിലീപേട്ട, ലോജിക്കില്ലാതെ കണ്ട് ആഘോഷിക്കേണ്ട സിനിമയാണ് ബബ്ബ ബബ്ബ അല്ല ബബ്ബ എന്ന് പറയുമ്പോ അർത്ഥം കണ്ടുപോയി ഭയം, ഭക്തി, ബഹുമാനം, പിന്നെ അടുത്ത ബായിക്ക് ബബ്ബ എന്ന് പറയുമ്പോ ദിലീപേട്ടന്റെ ഓർമ്മകളെ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത്
കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപേട്ടൻ. ജോണി ആന്റണി ചേട്ടന്റെ ഫസ്റ്റ് പടം CID മൂസ. സത്യമാണ്. അതെ. അപ്പോ ആ സിനിമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് CID മൂസ എന്ന് പറയുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു? കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. ദിലീപേട്ടന് ഏതോ ഒരു പ്രസ് മീറ്റിൽ, അന്നത്തെ ഏതോ സ്റ്റുഡൻസ് ഓൺലി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന്. അപ്പോൾ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല, എന്തായിരുന്നു CID മൂസയുടെ ഒരു പ്രത്യേകത? CID മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്യൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവില്ലെന്ന്. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടായി ജയ എന്ന് പറയുമ്പോൾ അതേപോലെ ഒരു ബ്ലോക്കിന് ജയ, ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയാം ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിലൂടെ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, CID മൂസയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും? നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ PR തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോകണമെന്ന് ഒന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ ഇപ്പൊ 2-3 തലമുറയായിട്ട് ആ സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നു. റീ-റിലീസ് പ്ലാൻ ഉണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച 2026 CID മൂസ റീ-റിലീസ് ഉണ്ടാവും. വേണം. നമ്മളിത് കൊണ്ടുവന്നിട്ട് അവസാനം പ്രിന്റ് പബ്ലിസിന്റെ കാശ് കൊടുക്കാൻ പറ്റാണ്ടായി പോയി. ലോജിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞേക്കാം. ആ പറഞ്ഞില്ലേ, കാരണം എനിക്കെന്താ പറയുമ്പോ എനിക്ക് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയണം, ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ പറ്റുന്നത്. ഇപ്പൊ ഈ മീശോന്റെ കാര്യം പറയുകയാണെങ്കിൽ, അന്ന് അതിന്റെ ഡ്യൂറേഷന്റെ കാര്യത്തിൽ ലാൽജോസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂറേഷൻ കാരണം ചിലപ്പോൾ പടം പരാജയപ്പെടുമെന്നുള്ള ടെൻഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ജഗതിച്ചാരനായിക്കോട്ടെ, സലീമായിട്ടാണ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പോൾ സിനിമകളിലും പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇത്രയും എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പഴയതും തമ്മിലുള്ള എന്തോ വ്യത്യാസമാണ് എന്താണ് സിനിമയിൽ? അല്ല, എഫേർട്ട് എവിടെയും വേണം. എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്തില്ലേ കാര്യങ്ങൾ നടക്കില്ലല്ലോ, അല്ലേ? അപ്പം അതിന് മുമ്പിൽ നിൽക്കുന്ന 3-4 പേര് അതിനെക്കുറിച്ച് സിൻസിയറായിട്ട് സംസാരിക്കും, ചർച്ച ചെയ്യും, എന്നിട്ടാണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ. ഞാനത് നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയ സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കോറ്റുമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മം ഉണ്ടാവില്ല, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടി.